എത്രാം ക്ലാസ് മുതലുള്ള കൂട്ടായ്മ? നാലാം ക്ലാസ് വരെ ചെറിയ ക്ലാസ്സിനാ തുടങ്ങി. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ പല കൂട്ടായ്മയിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടാവും. വേണം യൂണിവേഴ്സിറ്റി, PD, ഹൈസ്കൂളൊക്കെ. പക്ഷെ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് 4ാം ക്ലാസ് വരെയുള്ള ആ ഒരു കൂട്ടായ്മക്ക് വലിയൊരു എന്തുണ്ട്, സ്നേഹത്തിന്റെ ആഴം കൂടെ ഉണ്ട്. ജീവനുള്ള അധ്യാപകന്മാർക്ക് നിഷ്കളങ്കമായ സ്നേഹം. ഒരു 40-50 വർഷം കഴിഞ്ഞിട്ടും പലരും ഇതിലൊക്കെ വലിയ വ്യത്യസ്തമായ പല ആളുകളുണ്ട്. എന്നിരുന്നാലും അന്നത്തെ ചെറുപ്പകാലം ഇന്നും നിലനിർത്തിക്കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാണ്, ആ സൗഹൃദം തുടരുകയാണ്. അത് മരണം വരെ തുടരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹം. ഓക്കെ. പോകേണ്ട നിവൃത്തി പക്ഷേ എനിക്ക് ഇറങ്ങുണ്ടോ അവിടെ എത്തിപ്പെടാനെന്ന് ചോദിച്ചിട്ട് അബ്ദുള്ള അപ്പൊ ഞങ്ങളുടെ സൗഹൃദത്തിന്റെ ആഴം നിങ്ങൾ മനസ്സിലാക്കണം. ഒരു 10 വർഷമായിട്ടും അത് മുറുകെ പിടിക്കുക എന്നുള്ളതാണ് ഈ ഒരു 4ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ. വലിയ ഞങ്ങൾ ചെറിയ ക്ലാസ്സാണ് തുടങ്ങിയത്. അതെ അതെ, എപ്പോഴും അടിത്തറ എന്തായിരിക്കണം, ഭദ്രമായിരിക്കണം എന്നല്ല. അതാണ് ഞങ്ങളുടെ കൂട്ടായ്മയുടെ ഈ ഒരു ഇതിന്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട. എത്രാം ക്ലാസ് മുതലുള്ള കൂട്ടായ്മ? 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ ചെറിയ ക്ലാസ്സിനാ തുടങ്ങി. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ പല കൂട്ടായ്മയിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടാവും. വേണം യൂണിവേഴ്സിറ്റി, PD, ഹൈസ്കൂളൊക്കെ. പക്ഷെ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് 4ാം ക്ലാസ് വരെയുള്ള ആ ഒരു കൂട്ടായ്മക്ക് വലിയൊരു എന്തുണ്ട്, സ്നേഹത്തിന്റെ ആഴം കൂടെ ഉണ്ട്. ജീവനുള്ള അധ്യാപകന്മാർക്ക് നിഷ്കളങ്കമായ സ്നേഹം. ഒരു 40-50 വർഷം കഴിഞ്ഞിട്ടും പലരും ഇതിലൊക്കെ വലിയ വ്യത്യസ്തമായ പല ആളുകളുണ്ട്. എന്നിരുന്നാലും അന്നത്തെ ചെറുപ്പകാലം ഇന്നും നിലനിർത്തിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്, ആ സൗഹൃദം. അപ്പൊ ഞങ്ങളുടെ സൗഹൃദത്തിന്റെ ആഴം നിങ്ങൾ മനസ്സിലാക്കണം. ഒരു 10 വർഷമായിട്ടും അത് മുറുകെ പിടിക്കുക എന്നുള്ളതാണ് ഈ ഒരു 4ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ. വലിയ ഞങ്ങൾ ചെറിയ ക്ലാസ്സാണ് തുടങ്ങിയത്. അതെ അതെ, എപ്പോഴും അടിത്തറ എന്തായിരിക്കണം, ഭദ്രമായിരിക്കണം എന്നല്ല. അതാണ് ഞങ്ങളുടെ കൂട്ടായ്മയുടെ ഈ ഒരു ഇതിന്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട. എത്രാം ക്ലാസ് മുതലുള്ള കൂട്ടായ്മ? 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ ചെറിയ ക്ലാസ്സിനാ തുടങ്ങി. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ പല കൂട്ടായ്മയിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടാവും. വേണം യൂണിവേഴ്സിറ്റി, PD, ഹൈസ്കൂളൊക്കെ. പക്ഷെ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് 4ാം ക്ലാസ് വരെയുള്ള ആ ഒരു കൂട്ടായ്മക്ക് വലിയൊരു എന്തുണ്ട്, സ്നേഹത്തിന്റെ ആഴം കൂടെ ഉണ്ട്. ജീവനുള്ള അധ്യാപകന്മാർക്ക് നിഷ്കളങ്കമായ സ്നേഹം. ഒരു 40-50 വർഷം കഴിഞ്ഞിട്ടും പലരും ഇതിലൊക്കെ വലിയ വ്യത്യസ്തമായ പല ആളുകളുണ്ട്. എന്നിരുന്നാലും അന്നത്തെ ചെറുപ്പകാലം ഇന്നും നിലനിർത്തിക്കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാണ്, ആ സൗഹൃദം. എത്രാം ക്ലാസ് മുതലുള്ള കൂട്ടായ്മ? 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ ചെറിയ ക്ലാസ്സിനാ തുടങ്ങി. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ പല കൂട്ടായ്മയിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടാവും. വേണം യൂണിവേഴ്സിറ്റി, PD, ഹൈസ്കൂളൊക്കെ. പക്ഷെ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് 4ാം ക്ലാസ് വരെയുള്ള ആ ഒരു കൂട്ടായ്മക്ക് വലിയൊരു എന്തുണ്ട്, സ്നേഹത്തിന്റെ ആഴം കൂടെ ഉണ്ട്. ജീവനുള്ള അധ്യാപകന്മാർക്ക് നിഷ്കളങ്കമായ സ്നേഹം. ഒരു 40-50 വർഷം കഴിഞ്ഞിട്ടും പലരും ഇതിലൊക്കെ വലിയ വ്യത്യസ്തമായ പല ആളുകളുണ്ട്. എന്നിരുന്നാലും അന്നത്തെ ചെറുപ്പകാലം ഇന്നും നിലനിർത്തിക്കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാണ്, ആ സൗഹൃദം തുടരുകയാണ്. അത് മരണം വരെ തുടരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹം. ഓക്കെ. എന്നോട് വായിച്ചോളൂ, പേഴ്സണായിട്ട് വിളിച്ചാൽ ഞാൻ അറിയില്ല. എന്നോട് കത്ത് കുട്ടിക്കരുത്. എന്നോട് പേഴ്സണായിട്ട് വിളിച്ചു പറഞ്ഞു.
നന്നായിട്ടല്ലേ എന്നോട് വായിച്ചോണ്ട് പേഴ്സണായിട്ട് വിളിച്ചാൽ ഞാൻ അറിയില്ല എന്നോട് കത്ത് കുട്ടിക്കരുത് എൻ്റെ അകത്തോട് കത്ത് കുട്ടിക്കരുത് എന്നോട് പേഴ്സണായിട്ട് വിളിച്ചു പറഞ്ഞു പോകണ്ട നിങ്ങൾക്ക് പക്ഷി എനിക്ക് ഇറങ്ങുണ്ടോ അവിടെ എത്തിപ്പെടുകയെന്നു ചോദിച്ചിട്ട് അബ്ദുള്ള അങ്ങനെ